കൊച്ചിൻ ദേവസ്വം ബോർഡ് അറിയാതെ ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് അയച്ചതായി കണ്ടെത്തൽ. തസ്തികകൾ മാറ്റം വരുത്തിയാണ് ബോർഡിന്റെ പേരിൽ ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി അയച്ചത്. ഗുരുതര പ്രശ്നം ആഴ്ചകൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല. ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്നും. ജിജീഷ്, ദേവസ്വം ബോർഡ് പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു ഗുരുതര പ്രശ്നം ഉണ്ടായിരിക്കുന്നതും ഡ്രാഫ്റ്റ് റൂൾ ബോർഡിന്റെ പേരിൽ തയ്യാറാക്കി സർക്കാർ അയച്ചിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ പുറത്തറിയുന്നത്. ദേവസ്വം ബോർഡിലെ കമ്മീഷണർ മുതൽ തുടങ്ങുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ജീവനക്കാരുടെ സേവന വേതന ചട്ടങ്ങൾ വിവരിക്കുന്ന ഡ്രാഫ്റ്റുകളാണ് ബോർഡ് അറിയാതെ സർക്കാർ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇപ്പോൾ അത് വലിയ തോതിൽ വിവാദം അയച്ചിരിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിച്ച് ദേവസ്വം ബോർഡ് അത് ദേവസ്വം ബോർഡിലേക്ക് തന്നെ മടക്കിയതിനെ തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു നീക്കം പുറത്തു വരികയും ചെയ്തത്. ബോർഡ് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ഡ്രാഫ്റ്റ് റൂളാണ് ഇത്തരത്തിൽ സർക്കാർ അയച്ചിരിക്കുന്നത്. തസ്തിക നിയമന ചട്ടങ്ങൾ ഡ്രാഫ്റ്റ് ആക്കി ബോർഡ് അംഗീകരിച്ചാൽ മാത്രമാണ് സർക്കാർ റവന്യൂ ദേവസ്വം വകുപ്പിനും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനും സാധാരണ നിലയിൽ അയക്കാൻ സാധിക്കുക. എന്നാൽ ഇവിടെ അത്തരം നീക്കങ്ങളൊന്നും തന്നെ ദേവസ്വം ഭാഗത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ചാൽ ഗസ്റ്റ് വിജ്ഞാനം ചെയ്ത് നിയമന ചട്ടം നിലവിൽ വരും. എന്നാൽ വി നന്ദകുമാർ പ്രസിഡന്റായിരിക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. ദേവസ്വം പ്രസിഡന്റിന്റെ വ്യാജ ഒപ്പിട്ടിട്ടാണ് ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി അയക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി വലിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടന്നത് തന്നെയാണ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ചില നീക്കങ്ങൾ നടത്തുന്നതിന് തന്നെയാണ് ഇങ്ങനെ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് അംഗീകരിച്ചാൽ കമ്മീഷണർ മാറിയാൽ ഡെപ്യൂട്ടി കമ്മീഷണറിൽ സീനിയോറിറ്റിയുള്ള ആളാകും കമ്മീഷണറായി മാറുക. അതായത് പുതിയ ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് പ്രകാരമാണെങ്കിൽ അങ്ങനെയായിരിക്കും വരിക. ഒപ്പം ഡ്രാഫ്റ്റുകളിൽ ചില അപാകതകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏറെ അപാകതകളുള്ള ഒപ്പം തന്നെ സ്വജനപക്ഷപാതവും ഉദ്യോഗസ്ഥ തലത്തിൽ നിലവിലുള്ള ക്രമങ്ങൾക്ക് വിരുദ്ധമായ നടപടിക്രമങ്ങളും പ്രമോഷനും എല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു റൂൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അയച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു. ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നാണ് ഇത് സംബന്ധിച്ച കത്ത് അയക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് വിവാദമാവുകയും സംഭവം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ദേവസ്വം ബോർഡിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നത്. രജനി, ജിജേഷ്, ഇവിടെ ഈ തസ്തികകൾ മാറ്റം വരുത്തിയിട്ടാണ് ഇങ്ങനെ ഈ ബോർഡിന്റെ പേരിൽ ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കിയെന്ന് പറയുന്നു. ജിജേഷ് പറഞ്ഞതുപോലെ തന്നെ സ്വജനപക്ഷപാതം കൂടുതൽ നടക്കുന്ന ഒരു കേന്ദ്രം കൂടെയായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഈ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിവിടെ സർക്കാർ കൂടി ഇതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടെയല്ലേ? തീർച്ചയായും രജനി, ദേവസ്വം ബോർഡുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ തോതിലുള്ള ക്രമക്കേടിന്റെ വിവരങ്ങൾ അതെല്ലാ ദേവസ്വം ബോർഡുകളും സർക്കാർ നിയന്ത്രണ ബോർഡുകളിലെല്ലാം പകൽ പോലെ വ്യക്തമാണ്. സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധമുള്ള ആളുകൾക്ക് കൃത്യമായ നിയമനങ്ങൾ നടത്തുന്നു. നിയമനങ്ങളിലടക്കം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ തുടക്കം മുതൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ മാറ്റം വരുത്തുമ്പോൾ പോലും ഈ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് അറിയാതെ ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് അയക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ ഈ മാറ്റം വരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടറി, ഫിനാൻസ് ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി സെക്രട്ടറി, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിങ്ങനെയാണ് തസ്തികകൾ. എന്നാൽ ഡ്രാഫ്റ്റുകളിൽ സെക്രട്ടറിയെയും ഫിനാൻസ് ഓഫീസറെയും ഡെപ്യൂട്ടി കമ്മീഷണറോട് തുല്യമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി അത് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശ്രമം നടന്നിരിക്കുന്നത് വ്യക്തവുമാണ്. നേരത്തെ ദേവസ്വം ബോർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ ഇടപെടലുകൾ വലിയ തോതിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളിൽ സർക്കാർ കൈകടത്തലുകൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളുടെ ഭരണകാലത്തെല്ലാം തന്നെ അവിടെ നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം മാത്രമല്ല ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ അടക്കമുള്ള കൈകടത്തലുകളും കാലങ്ങളായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള നിയമനങ്ങളിലടക്കം അവിടെ
സ്വജന പക്ഷപാതം നടത്തിയിരിക്കുന്നു. നിയമനങ്ങൾ ഈ തസ്തികകളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു ശ്രമം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. മറ്റു ചില അപാകതകൾ കൂടി ഇത്തരത്തിൽ നൽകിയിട്ടുള്ള ഡ്രാഫ്റ്റ് റൂളിൽ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്, ആരുടെ ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം അല്ലെങ്കിൽ സമഗ്രമായ അന്വേഷണത്തിന്റെ സാധ്യത തന്നെയാണ് തെളിയുന്നത്. രജനി, തീർച്ചയായിട്ടും എന്തായാലും സർക്കാർ ഈ ക്ഷേത്രങ്ങളെയൊക്കെ തന്നെ കൈയടക്കി വച്ചിരിക്കുന്നു എന്ന വാർത്തകൾ നിരവധി പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പോലും അറിയാതെ ഡ്രാഫ്റ്റ് റൂൾ തയ്യാറാക്കി സർക്കാർ അംഗീകാരത്തിന് അയച്ചത്. സ്വജനപക്ഷപാതം എല്ലാ മേഖലകളിലും നടത്തുവാൻ തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ തീരുമാനം എന്നുകൂടെ ബോധ്യമാകുന്നതാണ് ഈ ഒരു വാർത്ത കൂടി. ജിജീഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.